ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ കുറേ ആയി ലോങ് വീഡിയോസെല്ലാം എടുത്തിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഷോർട്ട് വീഡിയോസാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാറ്. അത് തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന റീൽസ് ഉണ്ടാവില്ല, അങ്ങനത്തെ വീഡിയോസെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടും. അല്ലെങ്കിൽ രാവിലെ ചായൻ്റെ കടി അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കൂലേ, അങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് ഇടും. അങ്ങനെയല്ല ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ജലദോഷം പനിയും പിടിച്ചിട്ട് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ഞാനൊരു വീഡിയോ കണ്ടത്, രണ്ടാൾക്കാർ ചോറ് പ്ലേറ്റിൽ വിളമ്പിയിട്ട് എടുത്ത് തിന്നുന്നൊരു വീഡിയോ. അതിന് 70,000-75,000 വ്യൂവേഴ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത്, ഏട്ടൻ പണിക്ക് പോയി, ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഏട്ടൻ പണിക്ക് പോയി, മോളപ്പുറത്ത് കളിക്കാൻ പോയി, ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനക്കും ഇങ്ങനത്തെ എന്തെങ്കിലും കുറച്ച് വീഡിയോസ് എടുത്തിട്ടാലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ ഞായറാഴ്ചത്തെ ചെറിയൊരു കാര്യങ്ങൾ, വീട്ടിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ചെറിയൊരു വീഡിയോ എടുത്തിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഫോൺ നോക്കുന്ന സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആടെയിടെയെല്ലാം ഇങ്ങനെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ നോക്കി. പക്ഷേ ഈ ബൾബിൻ്റെ ഇത് അടിച്ചിട്ട് ശരിക്കും എന്തോ ഒരു ഇതുപോലെ, അപ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അങ്ങോട്ടത് പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ലാസ്റ്റാണ് പറയേണ്ടത്. പക്ഷേ സത്യം പറഞ്ഞാൽ എങ്ങനെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ബളവളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ള് കാണണം, ലൈക്ക് ചെയ്യണം. പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ ആയി വീഡിയോസ് എടുത്തിട്ട്, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഞായറാഴ്ചത്തെ ചെറിയ കാര്യങ്ങൾ നമുക്ക് എൻ്റെ അടുക്കള വിശേഷമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം വെക്കാം. ഇപ്പം തന്നെ സമയം 12 മണി കഴിഞ്ഞ്. ഞാൻ പിന്നെ ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് ഏട്ടൻ ഇന്നും പണിയുണ്ട്. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിട്ട് പിന്നെ മോള് കളിക്കാനും പോയി, ചായലും കുടിച്ച് ഞാൻ പിന്നെ കുറച്ച് കിടന്ന്. എനിക്ക് പനി ജലദോഷമെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 12 മണി കഴിഞ്ഞ്, റേഷനരി അല്ല, അതുകൊണ്ട് വേഗം ആവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം. ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ പാത്രം കഴുകാനുണ്ടേനു. അത് ഞാൻ ഇങ്ങനെ കഴുകലാണ്. എപ്പോൾ രാവിലെ തന്നെ കഴുകി വെക്കുന്നത്. ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി കിടന്ന്. അപ്പോൾ കഴുകുന്നതിനിടയിൽ ഞാനിങ്ങനെ ആലോചിച്ച് ചിരിക്കല, ഈശ്വര ഞാൻ എന്ത് പൊട്ട വീഡിയോയാണോ എടുക്കുന്നത്, അത് ഓർത്തിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. അപ്പോൾ എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞ്. ചെറിയൊരു വെളിച്ചക്കുറവ് പോലെ ഉണ്ട്, ചെറുതല്ല നന്നായിട്ടുണ്ടെന്നറിയാം, വെളിച്ചക്കുറവ് പോലെ ഉണ്ട്. ഇവിടെ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇവിടെ ആണ് ജനലുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിലുണ്ട് ഇവിടെയും. പക്ഷെ അവിടെ ഈ പാത്രം കഴുകിയിട്ട് വെക്കുന്ന ഈ സ്റ്റാൻഡില്ല, അത് വെച്ചുകൊണ്ട് വലിയ വെളിച്ചം ഉണ്ടാവില്ല. പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാണ്. ഇതാണെങ്കിലും മറ്റേ പുക വരുന്ന പോലത്തെ ഒരു വെളിച്ചം അടിക്കുക ഈ സൈഡിൽ നിന്ന്. അപ്പോൾ വെളിച്ചക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എൻ്റെ പാത്രം കഴുകൽ കഴിഞ്ഞ്. ഇനി എന്താ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അത് പറിച്ച് ഇനി നമുക്ക് അരിയിടാം. പെട്ടെന്ന് എന്തോ ബാധ കയറുമെന്ന് പറയുന്നില്ലേ, അതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്തോ ഒരു ബാധ കയറിയ പോലെ ഉള്ളത്. ഇപ്പം ഇങ്ങനെ ചറവറ എന്തെല്ലോ പറഞ്ഞെടുത്തു പോകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. എന്നാലും എൻ്റെ ഒരു സന്തോഷം ഇത്ര. അപ്പം ചോറിനുള്ള അരിയെടുത്ത് ഇനി നമുക്ക് ഒന്ന് കഴുകാം. ചോറിനുള്ള വെള്ളവും പറിച്ച് അരി ഇട്ട് കൊടുത്ത്. ഇത് എല്ലാവരും നോക്കുമ്പോൾ ഈ വെളിച്ചമില്ലാണ്ട് അടിക്കുന്ന വെളിച്ചമാണ് ഇങ്ങനത്തെ പുക പോലത്തെ വെളിച്ചം. അപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ച് വെള്ളം പതച്ചു അരിയിട്ട്. അപ്പോൾ ഇതിന് കറി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല. കറി കാര്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുന്നുള്ളൂ. ഞായറാഴ്ച നമ്മൾ എന്തെങ്കിലും എപ്പോഴൊന്നും ഉണ്ടാവില്ല, ചില സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും. ഇന്ന് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഞായറാഴ്ച ഏട്ടന് ചെറിയൊരു പണിയില്ല, ഏട്ടൻ വർക്ക്ഷോപ്പാണ് പണി. അപ്പോൾ വണ്ടി ഇങ്ങനെ വഴിക്കായ പോകണമല്ലോ. അപ്പോൾ ഇന്ന് ചെറിയൊരു പണിയിലുണ്ട്. ഏട്ടൻ രാവിലെ തന്നെ ചായ കുടിച്ച് പണിക്ക് പോയി. അപ്പോൾ ഇന്ന് ഞാനും മോളേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി വെച്ച കറിയുണ്ട്, വെള്ളരിക്കയും പരിപ്പും, അത് ചൂടാക്കി വെക്കണം. പിന്നെ രാത്രി വെച്ച വറവുണ്ട്, അതും ചൂടാക്കണം. ഇനിയിപ്പം ഇന്നത്തേക്ക് എന്തെങ്കിലും ഒരു വെളുത്തുള്ളി ചമ്മന്തി, പിന്നെ എന്തെങ്കിലും ഒരു മുട്ട ഓംലേറ്റോ കൊണ്ടാട്ട മുളകോ അങ്ങനത്തെ എന്തെങ്കിലും ആക്കേണ്ട ചെറിയ പണിയുള്ളൂ ഇന്ന്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ഈ ബളവള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും അതന്നെ ആലോചിക്കും. ഞാനിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങൾ പാത്രം കഴുകുന്നയാലും അരി കഴുകുന്നയാലും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കും. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞു പോയോ. സത്യം പറഞ്ഞാൽ എനക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലെ. പിന്നെ എന്താ പറയേണ്ടത്, എങ്ങനെ എടുക്കട്ടെ. കുറേ പേരെ വീഡിയോസ് ഞാൻ കണ്ടു, പക്ഷെ അവരെല്ലാം നല്ല വൃത്തിയിൽ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതായത് പറിച്ച് പൊന്തി. അപ്പോൾ അവരെല്ലാം നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതുപോലെ സ്പീഡിൽ പറയാനോ എങ്ങനെ പറയണമെന്ന് തിരിയുന്നില്ല.
ഇന്നലെ വരെ നല്ല മഴയാണ്, ഇന്ന് നോക്കിയാട്ടെ എന്ത് നല്ല വെയിലാ. കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം. പക്ഷെ തുണിയെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മഴ ചെറുങ്ങനെ പൊടിഞ്ഞു വരും. ഇന്ന് നല്ല വെയിലുണ്ട്. വെയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പണിയെടുക്കാനൊരു ഉഷാറല്ലേ. അപ്പോൾ എൻ്റെ ചോറിടി ഇങ്ങനെ പതച്ച് പൊന്തുന്നുണ്ട്. കറിയെല്ലാം ഇന്നലത്തെ ഉള്ളതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി ചമ്മന്തിയും മുട്ട ഓംപ്ലേറ്റും ആക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ വെള്ളരിക്കയും പരിപ്പുണ്ട്, പിന്നെ പയർ വറുത്തതുണ്ട്. അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനത്തെ വേണ്ടുള്ളൂ. ചമ്മന്തിയോ ഒരു ഉണക്കോ കിട്ടിയാൽ തന്നെ എനിക്ക് ഒരു പ്ലേറ്റ് ചോറുന്നുണ്ട് ആയി. അപ്പം ഞാൻ ഇതാ ഇവിടുന്ന് ചമ്മന്തിക്ക് വേണ്ട തേങ്ങയെല്ലാം എടുത്തിടല. ഇത് ഫോൺ ഏടെ ചാരി വെച്ചിട്ടും നിൽക്കുന്നില്ല, ഊരി പോയത് ഫോണ്. പിന്നെ അത് മാത്രമല്ല, ഈ പുക പോലത്തെ വെളിച്ചം അടിച്ചിട്ടൊരു വൃത്തിയില്ല വീഡിയോ കാണാൻ. അപ്പോൾ വെളുത്തുള്ളി ചമ്മന്തിയായി. ഇത് പാറൂനുള്ള മുട്ട. ഓക്ക് ഉള്ളിയൊന്നും ഇടണ്ട, ഓക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളകും മാത്രം ഇട്ടിട്ടില്ല മുട്ട. അപ്പോൾ ചോറ് വെന്ത് വാർത്തിട്ട് നമുക്ക് പാറൂനുള്ള മുട്ട ഉണ്ടാക്കാം. പാറൂന് പിന്നെ ഉള്ളിയൊന്നും ഇടണ്ട മുട്ടക്ക്, ഉള്ളിയൊന്നും ഇടാത്ത മുട്ട. പണ്ട് ഞാനങ്ങനെയാണ്, ഞാൻ ഈ ഉള്ളിയിട്ട മുട്ട, ഉള്ളിയിട്ട ദോശ അതൊന്നും ഞാൻ തിന്നൂല, എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ ഉള്ളിയിട്ട ദോശ തിന്നൂല, പക്ഷെ ഉള്ളിയിട്ട മുട്ട തിന്നും. ഇപ്പോൾ കുറച്ചായി ഞാൻ അങ്ങനെ തിന്നുന്നത്, മുട്ടയിൽ ഉള്ളിയിട്ടാൽ. അല്ലെങ്കിൽ നമുക്ക് പണ്ടെന്തോ ഇഷ്ടമല്ല, ഞാൻ അത് തിന്നപ്പോൾ ഒക്കെ ഛർദ്ദിക്കും. അതുപോലെ പാലിലും ചായയിലും പാട ഉണ്ടാവില്ലേ, പാടയുണ്ട്, പിന്നെ ഞാനത് കുടിക്കില്ല. ഏത് ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയാലും ഞാൻ പറയും എനിക്ക് ഈ പാടയുണ്ടെങ്കിൽ എനിക്ക് മരിച്ചിരുമോ, അത്രയും എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പാറൂനുള്ള മുട്ടയും കൂടി ആക്കി കഴിഞ്ഞ് ചോറും കറിയെല്ലാം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് മെയിൻ പരിപാടി അടുക്കളയിലൊന്ന് വൃത്തിയാക്കൽ. തട്ടെല്ലാം തുടച്ച് ഗ്യാസെല്ലാം തുടച്ച് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് അടുക്കള കാണുമ്പം തന്നെ നമുക്ക് അത്രയും പണിയെടുത്തതിൻ്റെ ക്ഷീണമെല്ലാം അങ്ങ് കുറയും. ഉണ്ടാക്കിയ കറിയെല്ലാം തട്ടുമേലെടുത്ത് വെച്ച് ചോറിൻ്റെ വെള്ളം വാർന്ന് കിട്ടിയില്ല, അതുകൊണ്ട് ചോറ് നീർത്തിനില്ല. പെട്ടെന്ന് തോന്നിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്. എൻ്റെ വർത്താനത്തിൽ തന്നെ ഉണ്ടാവും, നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറേ ആയി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം എടുത്തിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു 4 കൊല്ലത്തോളം ആയി തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് ഇടും, പിന്നെ നിർത്തും, പിന്നെ വീഡിയോ ഇടും, പിന്നെ നിർത്തും. എന്തെങ്കിലും നിർത്താനായിട്ട് നിങ്ങൾക്ക് കാരണം ഉണ്ടാവും, അപ്പോൾ അങ്ങനെ നിർത്തും, പിന്നെ ഇടും, അങ്ങനെ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, സുഖില്ലാണ്ട് ഒരു മൂലക്ക് പോയി കിടന്നെടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തോന്നിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത്, ഒരു ഞായറാഴ്ച ദിവസമെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.